മക്കളെ, നിങ്ങളൊക്കെ ലോഡ് ഷെഡിംഗ് എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? ഇല്ല ഇപ്പോൾ കേരളത്തിൽ ലോഡ് ഷെഡിംഗ് എന്ന് വാക്ക് പോലും കേൾക്കാറില്ല. അതാണ് മോൻ കേൾക്കുന്നത്. അവന് 9 വയസ്സായിട്ടുള്ളൂ. 10 വർഷമായിട്ട് ലോഡ് ഷെഡിംഗ് ഇല്ല. ലോഡ് ഷെഡിംഗ് എന്നുള്ള വാക്ക് കേട്ടിട്ടൊരു 10 വർഷത്തോളാവും. ലോഡ് ഷെഡിംഗ് എന്നുള്ള വാക്ക് ഇപ്പോൾ കേൾക്കാതായിട്ട് ഏകദേശം 8-9-10 വർഷത്തോളം ഇല്ല. ഈ ഇപ്പോഴത്തെ പിള്ളേർക്ക് പോലും എന്താണെന്ന് അറിഞ്ഞുകൂടാ. കേരളത്തെ ഇരുട്ടിലിരുത്താത്ത 10 വർഷമാണ് കടന്നുപോയത്. അതെ, കേരളത്തിന്റെ നിഘണ്ടുവിൽ നിന്ന് ലോഡ് ഷെഡിങ്ങും പവർ കട്ട് പോലുള്ള വാക്കുകൾ മായ്ച്ചു കളഞ്ഞ ഒരു സർക്കാരാണിത്. ഇത് ഞാൻ പറയുന്നതല്ല, ഇവിടുത്തെ ജനങ്ങൾ പറയുന്നതാണ്. മക്കളെ, നിങ്ങളൊക്കെ ലോഡ് ഷെഡിംഗ് എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? ലോഡ് ഷെഡിംഗ് എന്നുള്ള വാക്ക് കേട്ടിട്ടില്ല. അറിയില്ല. നിനക്കറിയോ? അറിയില്ല. ഒട്ടും അറിയില്ല. മോനെ, ലോഡ് ഷെഡിംഗ് എന്നുള്ളൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? ഇല്ല. നമുക്ക് അച്ഛനോട് ചോദിച്ചാലോ? ലോഡ് ഷെഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് കറണ്ട് ഇല്ലാതെ വരുന്ന ഒരവസ്ഥ. ഇടയ്ക്ക് നമ്മൾ വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസവും ഒരു പ്രത്യേക സമയത്ത് കറണ്ട് പോകും അല്ലേ? ഇപ്പോൾ കേരളത്തിൽ ലോഡ് ഷെഡിംഗ് എന്ന് വാക്ക് പോലും കേൾക്കാറില്ല. അതാണ് മോൻ കേൾക്കുന്നത്. അവന് 9 വയസ്സായിട്ടുള്ളൂ. അത് അറിയാൻ പറ്റാത്തത് എനിക്ക് തോന്നുന്നു ഭരണം മാറ്റം ഉണ്ടായല്ലോ. 10 വർഷം മുമ്പുണ്ടായിരുന്നൊരു ഭരണമല്ല ഇപ്പോഴത്തെ ഭരണം. പുതിയ ഭരണമാണ്. ആ ഭരണത്തിൻ്റെ മാറ്റം തന്നെയാണത്. ഇപ്പോൾ ലോഡ് ഷെഡിംഗ് എന്ന് പറഞ്ഞാൽ കേൾക്കാനില്ല. ഇല്ല, നല്ലൊരു അനുഭവമാണ്. മാറി ലോഡ് ഷെഡിംഗ്, ഇന്നത്തെ ജനറേഷനിൽ ലോഡ് ഷെഡിംഗ് എന്താണെന്ന് പോലും അറിയാൻ പറ്റാത്തൊരു സ്റ്റേജിലോട്ട് എത്തി. നല്ലതാണ്. 10 വർഷമായിട്ട് ലോഡ് ഷെഡിംഗ് ഇല്ല. കുട്ടികൾക്കാർക്കും, എൻ്റെ മോനത് ഇപ്പോൾ 11 വയസ്സാവുന്നു. ലോഡ് ഷെഡിംഗ് എന്താണെന്ന് പോലും അറിയത്തില്ല. ലോഡ് ഷെഡിംഗ് എന്താണെന്നറിയോ? ഇല്ല. നിനക്കറിയോ? അറിയില്ല. ചേട്ടാ, ഈ അടുത്ത കാലത്തായിട്ട് ലോഡ് ഷെഡിംഗ് എന്നുള്ളൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? ഇല്ല. അതെന്താ കേൾക്കാത്തെ? ലോഡ് ഷെഡിംഗ് ഇല്ലല്ലോ. ലോഡ് ഷെഡിംഗ് ഇല്ല അല്ലേ? ലോഡ് ഷെഡിംഗ് എന്നുള്ള വാക്ക് കേട്ടിട്ടൊരു 10 വർഷത്തോളാവും. ഇപ്പോൾ കേരളത്തിൽ ലോഡ് ഷെഡിംഗ് ഇല്ല അല്ലേ? കേരളത്തിൽ ലോഡ് ഷെഡിംഗ് ഇല്ല. നമ്മളെ സർക്കാർ വന്നതിന് ശേഷം എല്ലാം നല്ല സുന്ദരമായി നടക്കുന്നു. ഈ സർക്കാർ ഇരുട്ടത്തിരുത്തേയില്ല, എല്ലാവരും ചേർത്ത് പിടിക്കുകയും ചെയ്യും. ഇപ്പോൾ ലോഡ് ഷെഡിംഗ് ഇല്ല, ഇല്ലെന്ന് തന്നെ പറയാനുള്ളൂ, അല്ലാതെ അതിൽ വേറെ ഒന്നും പറയാനില്ല. ലോഡ് ഷെഡിംഗ് എന്നുള്ളൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. ലോഡ് ഷെഡിംഗ് എന്നുള്ള വാക്ക് ഇപ്പോൾ കേൾക്കാതായിട്ട് ഏകദേശം 8-9-10 വർഷത്തോളം ഇല്ല. ഈ ഇപ്പോഴത്തെ പിള്ളേർക്ക് പോലും എന്താണെന്ന് അറിഞ്ഞുകൂടാ. ലോഡ് ഷെഡിംഗ് എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ എഴുതി കാണിക്കുക ഇല്ല, അങ്ങനെ എന്തെങ്കിലും ആയെങ്കിൽ അറിയാവും. നമ്മളെ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ ഒരു വാക്കേ ഉച്ചരിക്കേണ്ട കാര്യമേ ഇല്ല. ഇല്ലാത്തൊരിതായിട്ട് മാറിയിരിക്കുകയാണ്. സർക്കാരിനെ പറ്റി നമുക്ക് 100% ഒന്നും പറയാനില്ല. നല്ല ജനക്ഷേമ പ്രവർത്തനം കാര്യങ്ങളും എല്ലാം ചെയ്തു വരുന്നത്. ലോഡ് ഷെഡിങ് ഇപ്പോൾ ഇല്ല. പൂർണ്ണമായും കഴിഞ്ഞ 10 വർഷം പൂർണ്ണമായിട്ട് ലോഡ് ഷെഡിങ് ഒഴിവാക്കിയിരിക്കുകയാണല്ലോ. അതുകൊണ്ട് KSEBക്കും സർക്കാരിനും വളരെ നന്ദി അറിയിപ്പിക്കുന്നു. കാരണം കുട്ടികളുടെ പഠനത്തിനായാലും നമ്മുടെ ഈവനിങ് ടൈമിലൊക്കെ ലോഡ് ഷെഡിങ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇപ്പോൾ ആ ഒരു സംഭവം ഇല്ലാത്ത കാരണം വളരെയധികം സുഖകരമാണ്. അതിപ്പോൾ ലോഡ് ഷെഡിങ് ഇല്ല ഇവിടെ, അതുകൊണ്ടാണ് അവർ മറക്കുന്നത്. പിന്നെ പഴയ ആളുകൾ നമ്മളൊക്കെ മുന്നേ ലോഡ് ഷെഡിംഗ് അനുഭവിച്ച ആൾക്കാരാണല്ലേ? ഇപ്പോൾ അതില്ല. ഇല്ല. കേരളത്തിൽ വലിയൊരു മാറ്റമാണ് ഉണ്ടായതല്ലേ കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ? അതെ. ലോഡ് ഷെഡിങ് ഒരു 10 വർഷമായി. നമ്മൾ 2015-16 സമയം വരെ ലോഡ് ഷെഡിങ് ഉണ്ടായിരുന്നു. പിന്നെ 6 മണിക്കൂർ വരെ കറണ്ട് കട്ടുണ്ടായിരുന്നു. അത് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി സർക്കാർ ചെയ്ത കാര്യമാണ്. ഇങ്ങനെയാണ് ലോഡ് ഷെഡിങ് ഇല്ലാതാക്കേണ്ടത് എന്നാണ് കാണിച്ചു കൊടുക്കേണ്ടത്.